കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് IAS IPS പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് സർവീസസുകളിലോട്ട് സെലക്ഷൻ നടത്തുന്ന UPSCയുടെ സിവിൽ സർവീസ് എക്സാമിനേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് KAS അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ വേണം, അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ. സോ ആ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ എലിജിബിലിറ്റി, അതുപോലെ തന്നെ ഈ ഒരു സർവീസിൽ കയറി കഴിഞ്ഞാലുള്ള സാലറി റേഞ്ച് എത്രമാത്രമാണ് വരാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇതിന് പഠിക്കേണ്ടത്, സിലബസ് എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നതാണ്. സോ അവസാനം വരെ കണ്ടിരിക്കുക. മാത്രമല്ല നിങ്ങളുടെ കൂടെയുള്ള സിവിൽ സർവീസ് ആസ്പിറൻ്റ് ആയിട്ടുള്ള KS പോലുള്ള ഇത്തരത്തിലുള്ള എക്സാമുകൾ ആസ്പിറൻ്റ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് KAS എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം UPSC കണ്ടക്ട് ചെയ്യുന്ന സിവിൽ സർവീസ് എക്സാമിനേഷൻ അക്രോസ് ഇന്ത്യയിലുള്ള ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിലോട്ടും മറ്റുമൊക്കെ ആയിട്ടാണ് അതിൽ നിന്നുള്ള ഹയറിങ്ങും കാര്യങ്ങളും നടക്കുന്നതെങ്കിൽ KS എന്നുള്ളത് ഒന്നും കൂടെ കേരള ബേസ്ഡ് ആണ്, കേരള ഫോക്കസ്ഡ് ആണ്. കേരളത്തിലുള്ള ഡിഫറെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റോളുകളിലോട്ടാണ് ഈ ഒരു KS എക്സാമിനേഷൻ നടത്തുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS എക്സാമിനേഷൻ കണ്ടക്ടഡ് ബൈ ദി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC recruits qualified individuals for administrative roles in the state. അതായത് അത് UPSC അക്രോസ് ഇന്ത്യ വരുന്ന ഒരുപാട് ഡിഫറെൻറ്റ് റോൾസിലോട്ടാണ് അവിടെയുള്ള ഒരു എക്സാമിനേഷനും കാര്യങ്ങളെല്ലാം നടത്തുന്നതെങ്കിൽ ഇത് കേരള PSC കേരളത്തിലുള്ള ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിന് വേണ്ടിയിട്ടാണ് KS എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. Selected candidates help implement government policies, oversee administrative functions, and strengthen governance by contributing to the efficient functioning of Kerala's administrative framework. എന്ന് വെച്ചാൽ അവിടെയുള്ള നമ്മുടെ നാടിൻ്റെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലും ഇവിടെയുള്ള ഒരു എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിലും ഈ ഒരു നാടിൻ്റെ ഗ്രോത്തിലും ഒക്കെ ഹൈലി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പൊസിഷൻസിലോട്ടാണ് ആക്ച്വലി KS കഴിഞ്ഞതിന് ശേഷം അതിൽ ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ ഇവിടെയുള്ള കംപ്ലീറ്റ് പോളിസി മേക്കിംഗ് അടക്കമുള്ള അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് KS വഴി നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇനി എന്താണ് ഈ ഒരു എക്സാമിനേഷൻ്റെ എലിജിബിലിറ്റി? ഓക്കെ, എക്സാമിനേഷൻ എഴുതണമെങ്കിൽ എന്താണ് എലിജിബിലിറ്റി? ഫസ്റ്റ് ഓഫ് ഓൾ നാഷണാലിറ്റി ഇന്ത്യൻ ആയിരിക്കണം. ഓക്കെ, ഒരു ഓഫ് കോഴ്സ് നമുക്ക് ഈസി ആയിട്ട് അറിയുന്ന കാര്യം തന്നെയാണ്. UPSCയുടെ കാര്യത്തിലൊക്കെ അതുണ്ട്. ഇനി ഏജ് ലിമിറ്റ് ആണെങ്കിൽ 21 to 35 ഇയേഴ്സ് ആണ്. ഓക്കെ, ഈ 21 to 35 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. റിസർവേഷൻ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് ഈ ഏജിൽ ഒരു റിലാക്സേഷൻ ഉണ്ടായിരിക്കും. അത് UPSCയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അവിടെയും ഡിഫറെൻറ്റ് എക്സാമിനേഷന് ഇതുപോലെ കാറ്റഗറി ബേസ്ഡ് ആയിട്ട് OBC SC ST അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കാറ്റഗറീസിൽ റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഒരു ജനറലി 21 to 35 ഇയേഴ്സ് ആണ് വരിക. ബാക്കിയുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് അവരുടെ ബ്രോഷറിൽ അവരുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. UPSC സിവിൽ സർവീസിലാണെങ്കിലും ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കുക തന്നെയാണ്. ഇനി ഇതിന്റെ പാറ്റേൺ എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കുന്നത്. പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും, മെയിൻ എക്സാം ഉണ്ടായിരിക്കും, ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. UPSC സിവിൽ സർവീസിന്റെ സിവിൽ സർവീസ് എക്സാമിനേഷന്റെ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ഇവിടെയുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ സെർവ്സ് ആസ് എ സ്ക്രീനിങ് ടെസ്റ്റ്. അത് വെച്ചാൽ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ആ ഒരു ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യുന്നതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് ആളുകളെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രിലിമിനറിന്റെ ഒരു ഫംഗ്ഷൻ. സെക്കൻഡ്, മെയിൻ എക്സാം ഇവാലുവേറ്റ്സ് അനലിറ്റിക്കൽ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സ്കിൽസ്. ഇന്റർവ്യൂ അസസ് പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ ആൻഡ് suitability programs. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഓരോന്നിൻ്റെയും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിലിമിനറി എക്സാം ഒബ്ജക്റ്റീവ് ആണ് ഞാൻ പറഞ്ഞു. അതിനകത്ത് തന്നെ ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ഉണ്ട്. 90 minutes ഈച്ച് ആണ് വരുന്നത്. മെയിൻ എക്സാം ഡിസ്ക്രിപ്റ്റീവ് ആണ്, നമ്മൾ നേരത്തെ ഓൾറെഡി ഇവിടെ കണ്ടു അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് സ്കിൽസും കൂടെ അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഡിഫറെൻറ്റ് പേപ്പേഴ്സ് ഉണ്ട്. 2 to 3 hours ഈച്ച് ആണ്. ആൻഡ് ഫൈനലി ഇന്റർവ്യൂ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. അതിന് നമുക്കൊരു ക്രൈറ്റീരിയ ഒന്നും പറയാൻ പറ്റില്ല, ഡ്യൂറേഷൻ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഓരോ ആളുകൾക്കും ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഓൾറെഡി നിങ്ങളുടെ ഒരു കോൺസെപ്റ്റൽ ബേസും നിങ്ങളുടെ നോളജും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് 2 ലെവൽസിൽ സെലക്ട് ചെയ്തു. ഫസ്റ്റ് സ്ക്രീൻ ടെസ്റ്റ് പോലുള്ള കാര്യം പ്രിലിമിനറിയിലൂടെ കഴിഞ്ഞു. മെയിൻസ് എക്സാമിലൂടെ നിങ്ങളുടെ മറ്റ് സ്കില്ലുകൾ ടെസ്റ്റ് ചെയ്തു. ഇനി ഇന്റർവ്യൂലോട്ട് വരുമ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ് അവിടെ ടെസ്റ്റ് ചെയ്യുക. സിവിൽ സർവീസ് എക്സാമിനേഷൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവിടെ നിങ്ങൾ എങ്ങനെയാണ് ഡിഫറെൻറ്റ് സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യുന്നത്, നിങ്ങളുടെ വ്യൂസ് എങ്ങനെയാണ്, അതുപോലെയുള്ള നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി തന്നെയാണ് ആക്ച്വലി അവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനൊരു പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നും പറയാൻ പറ്റാത്തത്. അത് ഓരോ ആളുകൾക്കും ഡിഫറെൻറ്റ് രീതിയിലാണ് വരുന്നുണ്ടാവുക. ഇനി സിലബസിലോട്ട് നോക്കുകയാണെങ്കിൽ ജനറൽ സ്റ്റഡീസ് 1-ൽ വരുന്നത് ഹിസ്റ്ററിയാണ്, ഇന്ത്യ ആൻഡ് കേരള, ജോഗ്രഫി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, കറണ്ട് അഫയേഴ്സ്. 2-ലോട്ട് വരികയാണെങ്കിൽ എക്കോണമി, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയോൺമെന്റ് ആൻഡ് എക്കോളജി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഇനി GS 3-ലോട്ട് വരികയാണെങ്കിൽ മോഡേൺ ഇന്ത്യ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കൾച്ചർ, കേരള ആൻഡ് ഇന്ത്യൻ എക്കോണമി, ഗവേണൻസ്, ടെക്നോളജി. ആൻഡ് കേരള സ്പെസിഫിക് ടോപ്പിക്സ് ആയിട്ട് ഹിസ്റ്ററി, കൾച്ചർ, ജോഗ്രഫി, സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് കേരള വരുന്നുണ്ട്. അതുപോലെ ലാംഗ്വേജ് പ്രൊഫഷൻസി, മലയാളം ആൻഡ് ഇംഗ്ലീഷ് അതിനകത്ത് വരുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. നിങ്ങൾ UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ സിലബസ് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓവർലാപ്പിംഗ് ആണ്.
സോ ഓൾറെഡി സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് KS എന്നുള്ളത് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്ന ഒന്നാണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് ഉണ്ടാവുക, കേരള സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ കേരളയുടെ ഹിസ്റ്ററി, കേരളയുടെ ജോഗ്രഫി, കേരളയുടെ എക്കോണമി, അങ്ങനെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഈ കറണ്ട് അഫേഴ്സിലാണെങ്കിലും ഒക്കെ കേരള റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്യണം എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ കോമൺ ആണ്, UPSCയുടെ സിലബസുമായിട്ട് ഒരുപാട് അലൈൻഡ് ആണ്. മാത്രമല്ല ഇതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും സിവിൽ സർവീസ് എക്സാമിനേഷന്റെ അതേ രീതിയിൽ തന്നെയാണ് ഒരുപാട് കാര്യങ്ങൾ, വളരെ റിസംബ്ലൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം KS ക്രാക്ക് ചെയ്യുക എന്നുള്ളത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് ബാച്ചാണ്, KSന്റെ ഫസ്റ്റ് ബാച്ച്. അവരുടെ കാര്യങ്ങൾ സെലക്ഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ ആ ഒരു ഫോട്ടോ ആണ് കാണുന്നത്. ബാക്കിയുള്ള ബാച്ചസിന്റെ ഫോട്ടോസ് ഒക്കെ നമുക്ക് ഇനി കാണാൻ പറ്റും. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ വരുന്ന KSന്റെ അണ്ടറിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതായത് ഇതിന് സെലക്ഷൻ കിട്ടുന്ന ആളുകളെ പ്ലേസ് ചെയ്യാൻ പോകുന്ന ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഞാൻ ഫുള്ള് വായിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഓൾമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അപ്പോൾ ഈ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലുള്ള അവിടുത്തെ പോളിസി മേക്കിംഗ്, അതിന്റെ ഇംപ്ലിമെന്റേഷൻ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയിട്ടുള്ള ഹയർ റോളുകളിലോട്ടാണ് KS വഴി സെലക്ടഡ് ആവുന്ന ആളുകളെ അസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു നാടിന്റെ, ഈ ഒരു കേരള സ്റ്റേറ്റിലെ തന്നെ ഡിഫറെന്റ് വിങ്സിൽ വരുന്ന ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കാൻ പോകുന്ന ഓരോ പൊസിഷൻസിലോട്ടാണ് നിങ്ങൾ ഓരോരുത്തരെയും KS ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഒരു സാലറി ആൻഡ് പേ സ്കെയിൽ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. KS പേ സ്കെയിൽ ആൻഡ് അതർ ബെനിഫിറ്റ്സ്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ദ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് KS സാലറി ഫോർ 2025 comes under the pay scale of 77,200 to 1,40,500, offering a stable and rewarding career in government service. Along with the basic pay, KS officers receive annual increments, dearness allowance DA, house rent allowance HRA, and other benefits that add to their overall earnings. So സാലറി ഉണ്ടായിരിക്കും, സാലറിയുടെ കൂടെ തന്നെ ഒരുപാട് ബെനിഫിറ്റ്സ്, നിങ്ങൾക്ക് അറിയാം ഇത്തരത്തിലുള്ള ഒരു സർവീസിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്ന ഒരുപാട് ബെനിഫിറ്റ്സ് അതിന്റെ കൂടെ ഉണ്ടായിരിക്കും. സോ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സിനെയും കൂടെ, ഫിനാൻഷ്യൽ സാലറി അങ്ങനെയുള്ള കാര്യങ്ങളുടെ കൂടെ തന്നെ അവിടെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പവറുകൾ ഉണ്ടായിരിക്കും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഫ്രീഡം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. സോ അത്തരത്തിലുള്ള ഒരു ചേഞ്ച് മേക്കേഴ്സ് ആയിട്ട് മാറാവുന്ന പൊസിഷൻസിലൂടെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഹയറിങ്ങും കാര്യങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സാലറി ബെനിഫിറ്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനത്തെ ജോബുകൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് KS. പക്ഷേ നിങ്ങളൊരു UPSCക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അഡ്വൈസ് ചെയ്യുക. UPSC സിവിൽ സർവീസ് എക്സാമിനേഷനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും KS ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി സിലബസും കാര്യങ്ങളും സെയിം ആയതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹയർ ലെവലിലുള്ള UPSC സിവിൽ സർവീസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴെയുള്ള KS പോലെയുള്ള എക്സാമുകൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇതിന് മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല, ഹയർ ലെവലിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഒന്നുകൂടെ ബെറ്റർ. കാരണം ബെറ്റർ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിലോട്ട് പോകാമല്ലോ, ഇതൊരു സെക്കൻഡറി ഓപ്ഷൻ ആക്കി വെക്കാം എന്നുള്ളത്. സോ ഇത്രയുമാണ് KSന്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഐഡിയ. ഒരുപാട് ഡീറ്റെയിൽസിലോട്ട് നമ്മൾ പോയിട്ടില്ല. അവരുടെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, പബ്ലിക് ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതിന്റെ ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണം, ഏതെങ്കിലും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ജോബിനെ കുറിച്ചുള്ളതോ എന്ത് കാര്യങ്ങളും അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. നെക്സ്റ്റ് അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടി കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇതുപോലത്തെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.